ഷാബി അലോൺസോയെ സംബന്ധിച്ചിടത്തോളം ചെൽസി അതൊരു പുതിയ തട്ടകമാണ്, അല്ലെങ്കിൽ പുതിയൊരു തൻ്റെ ഒരു കോച്ചിങ് കരിയറിൽ ഒരു പുതിയ സ്ഥലമാണ്, അല്ലെങ്കിൽ പുതിയൊരു ക്ലബ്ബാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഷാബി അലോൺസോയെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത സ്ഥലമേ അല്ല. അതുകൊണ്ട് തന്നെ എന്താണോ തനിക്ക് റയൽ മാഡ്രിഡിൽ സാധിക്കാതിരുന്നത് അതെല്ലാം അവൻ ഈ പറയുന്നത് പോലെ തന്നെ പ്രീമിയർ ലീഗിൽ ചെൽസിയുടെ ഒപ്പം നേടിയെടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഈ ഒരു സീസൺ കൊണ്ട് തന്നെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഐ ഡോണ്ട് നോ, ബിക്കോസ് ലൈക്ക് ഇപ്പോഴും ആഴ്സണൽ സ്ട്രോങ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഈ സീസണിൽ അവരുടെ സൈനിങ്ങുകളും അതുപോലെ തന്നെ ഷാബി അലോൺസോയെ കുറിച്ചും മൊത്തത്തിൽ ആ ഒരു സാധനമാണ് നമ്മൾ സംസാരിച്ച് പോകാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മൾ 10K അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഗോയിങ് ടു ബി വണ്ടർഫുൾ ആൻഡ് ഇറ്റ്സ് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. ആദ്യം തന്നെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഷാബി അലോൺസോ ഈ പറയുന്ന പോലെ തന്നെ പ്രീമിയർ ലീഗ് പുള്ളിക്ക് അറിയാത്തൊരു തട്ടകമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ചെൽസിയുടെ കൂടെയാണെന്ന് വിചാരിക്കരുത്, ലിവർപൂളിൻ്റെ കൂടെയാണ് കേട്ടോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. തൻ്റെ 200-ലധികമുള്ള അപ്പിയറൻസിൽ 200 അപ്പിയറൻസസ് ഉണ്ട്. സോ അപ്പോൾ അതിനകത്ത് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല, ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, FA കപ്പും അടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ അതൊക്കെ കൊണ്ട് തന്നെ ഷാബി അലോൺസോ എന്ന് പറയുന്ന കോച്ചിന് എന്താണ് പ്രീമിയർ ലീഗ് എന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് വരേണ്ട സമയമൊന്നുമില്ല. ആസ് എ പ്ലെയർ ഇതിൻ്റെ പ്രഷർ, ഇതിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ, ആ ഒരു എസ്പെഷ്യലി ബിഗ് ക്ലബ് ആവുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. ആൻഡ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ലീഗിൽ കോച്ച് ചെയ്യാൻ പോവാണ്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബുകൾ തന്നെയാണ് ചെൽസി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നോട്ട് സെയിങ് പ്രഷർ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു കോച്ച് തന്നെ ആയിരിക്കും ഷാബി അലോൺസോ. ഷാബി അലോൺസോയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കോച്ചിങ് കരിയറിൽ ഏറ്റവും മനോഹരമായൊരു തുടക്കം ഉണ്ടായി. ബുണ്ടസ് ലീഗയിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം നമുക്ക് ബുണ്ടസ് ലീഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ ടീമിനെ അറിയുള്ളൂ. ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ ക്ലബ്ബുകളെ കുറിച്ചും ഒക്കെ അറിയായിരിക്കും. പക്ഷേ പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നത് ആരാണ്? ഈ പറയുന്ന പോലെ തന്നെ ബയൺ മ്യൂണിക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഉണ്ട്, അല്ല മറ്റ് ക്ലബ്ബുകളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്നത് പോലെ തന്നെ വേറെ ആരാ അവിടെ എന്നുള്ളതൊന്നും വലിയ രീതിയിൽ ഫുട്ബോൾ ഫാൻസ് അറിയുന്നതല്ല. അവിടെ ഈ പറയുന്നത് പോലെ തന്നെ തൻ്റെ കോച്ചിങ് കരിയറിൽ വന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഷാബി അലോൺസോ എന്ന് പറയുന്നത്, അല്ലേ? സോ അവിടെ നിന്നാണ് തൻ്റെ ക്ലബ്ബായിട്ടുള്ള റിയൽ മാഡ്രിഡിലേക്ക് വരുന്നത്, കോച്ചിങ് കരിയർ അവിടേക്ക് പുള്ളി മാറ്റുന്നത്. അവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തുള്ള ഷാബി അലോൺസോയുടെ ഇൻ്റർവ്യൂവിനെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹാഡ് എ സ്കാർ എന്ന് പറയും, മറ്റേ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ തലയിൽ ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഒരു പാടൊക്കെ കാണുമല്ലോ, അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു സ്കാർ അല്ലെങ്കിൽ ഒരു എന്താ ഇതിനെ പറയുക, ഒരു വേദന, മുറിവ്, അതാണ് കറക്റ്റ് വാക്കെന്ന്, മുറിവേറ്റിട്ടുണ്ട് റയൽ മാഡ്രിഡിൽ. പക്ഷെ അത് പുള്ളി അതിനെ ആ സെൻസിൽ തന്നെയാണ് എടുക്കുന്നത്, അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും പുള്ളി പറയാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ പുള്ളി അതിൽ പറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ കോച്ചിങ് കരിയറിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ തന്നെയായിരിക്കും റയൽ മാഡ്രിഡിൻ്റെ കൂടെ ഉണ്ടാവുക. കാരണം ടാക്ടിക്കലി ഷാബി അലോൺസോ എത്ര ബ്രില്യൻ്റ് ആണ് എന്നുള്ളത് ഈ പറയുന്നത് പോലെ തന്നെ പുള്ളിയുടെ കോച്ചിങ് കരിയർ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആൻഡ് ഐ ആം എ ഷാബി അലോൺസോ ഫാൻ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോട്ട് സേയിങ് ആസ് എ പ്ലെയർ, പുള്ളി പ്ലെയറായിട്ട് മോശമാണെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ എടുക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡിലേക്ക് വന്നപ്പോഴും ഞാൻ കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ റയലിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വേറൊന്നാണ്. അവിടെ ഈ ടാക്ടിക്കൽ ഗിമിക്സ് ഒന്നും വെച്ചിട്ടോ അല്ലെങ്കിൽ ടാക്ടിക്കൽ ബ്രില്യൻസ് വെച്ചിട്ടൊന്നും രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ജീവിച്ച് പോകാൻ പറ്റില്ല, സർവൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. അതിന് വേറെയും കുറേ കാര്യങ്ങളൊക്കെ അവിടെ വേണമായിരുന്നു. പക്ഷേ ഷാബി അലോൺസോയ്ക്ക് അത് സാധിച്ചില്ല. അവിടെ നിന്നൊരു അൺഫോർച്ചുനേറ്റ് റൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് പുള്ളി മാറുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വന്ന് ജോയിൻ ചെയ്യുന്നത് ചെൽസിയിലാണ്. ചെൽസിക്ക് ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ സീസൺ ഒരുപാട് സ്പെൻഡിങ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്, അല്ലേ? ഒത്തിരി യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് നിറച്ചിട്ടപ്പോഴും നമ്മൾ പറഞ്ഞു ചെൽസിക്ക് നല്ല പൊട്ടൻഷ്യലുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ അവർക്കെല്ലാവർക്കും എക്സ്പീരിയൻസ് കുറവുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് അതാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഷാബി അലോൺസോയും ചെൽസിയും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിലും
പൊറഞ്ചം സൈന്യങ്ങൾ തന്നെയാണ് ചെൽസി ചെയ്തിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ, നമുക്ക് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. സോ അതിനൊപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെയും കൂടെ ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാബി അലോൺസോ ശ്രമിച്ചു എന്നുള്ളതാണ്, ചെൽസി ശ്രമിച്ചു എന്നുള്ളതാണ്. ആൻഡ് അത് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് ആകെ തോന്നുന്ന ഒരു കാര്യം, മിഡ്ഫീൽഡ് മോശമാണെന്നല്ല, അറ്റാക്ക് ചെൽസിയുടെ എൻ്റെ മോനെ ഗംഭീരം. 6-7 സ്ട്രൈക്കർമാർ തന്നെ അവർക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ടീമിൽ 6-7 എണ്ണം പറഞ്ഞ സ്ട്രൈക്കർമാരുണ്ട് എന്ന്. ഇനി മിഡ്ഫീൽഡിലായിക്കോട്ടെ, ഈ പറയുന്ന പോലെ തന്നെ ഡിഫൻസിലായിക്കോട്ടെ, ഒരു മോശവും ഇല്ല. നമ്മൾ മൊത്തത്തിലിപ്പോൾ 3 കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിലും കോച്ചിനെ കൂട്ടിയിട്ടും കൂടെ ആണെന്നുണ്ടെങ്കിലും റേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റേറ്റിംഗ് ഫോർ ചെൽസി ദിസ് സീസൺ, അല്ലെങ്കിൽ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ സൈനിങ്ങുകളെല്ലാം കണ്ടിട്ട് 9 ഔട്ട് ഓഫ് 10 ആണ്. കാരണം അത്രയും ഗംഭീര ടീമുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഈ പറയുന്നത് പോലെ തന്നെ പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ടീമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബി അലോൺസോ നീഡ് ടൈം. ആൻഡ് സാബിക്കുള്ളൊരു ഗുണം എന്ന് പറയുന്നത് റയലിൽ കിട്ടാതിരുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാബിയുടെ ഐഡിയ എപ്പോഴും ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം, അതിന് പറ്റിയ താരങ്ങൾ വേണം. അത് ഇപ്രാവശ്യം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആൻഡ് കുറച്ചും കൂടെ എന്താ പറയുക, ആസ് എ കോച്ച് ഡിസിഷൻ മേക്കിംഗ് ഫ്രീഡം എന്ന് പറയില്ലേ, അത് സാബി അലോൺസോയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ ചെൽസിയിൽ കിട്ടാൻ, അതായത് റയലിൽ എന്താണോ ഇല്ലാതിരുന്നത് അത് ഇവിടെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാബി അലോൺസോ ബ്രില്യൻസ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ആൻഡ് ഐ എക്സ്പെക്ട് ചെൽസി ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗിൽ ടോപ്പ് 4 ഉണ്ടാവും. ആൻഡ് ഐ എം നോട്ട് സേയിങ് അവർക്ക് ടൈറ്റിൽ അടിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതിനൊരു ഇച്ചിരിയും കൂടെ സമയം വേണ്ടി വരില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ മറ്റു കപ്പുകളൊക്കെ ഉണ്ടല്ലോ, ചാമ്പ്യൻസ് ലീഗ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് മറ്റ് കപ്പുകൾക്കൊക്കെ ചാൻസ് ഉണ്ട്. പ്രീമിയർ ലീഗിൻ്റെ കാര്യവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ടോപ്പ് 4 കണ്ടൻഡർ തന്നെ ആയിരിക്കും ചെൽസി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ സീസണിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ്തവാവോ വില്യം ആയിരിക്കും ദ ബെസ്റ്റ് പ്ലെയർ എന്നുള്ളത്. പക്ഷേ പുള്ളിക്ക് ആവാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഇപ്രാവശ്യം അതേ പേരുകൾ, 2 പേരുകളും കൂടെ പറയാം. ജോ പെഡ്രോയും ഈ പറയുന്ന പോലെ തന്നെ എസ്തവാവും തന്നെ ആയിരിക്കാം ദ സ്റ്റാർ പ്ലെയേഴ്സ് ആവാനുള്ള സാധ്യത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർഡോഗ് സ്റ്റൈലിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ പറയില്ലേ ദ ഫോക്കൽ പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ദ ഫേസ് ഓഫ് ചെൽസി ആയിട്ട് മാറാൻ പോകുന്നത് കോൾ പാമർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആൻഡ് അത് ഈ പറയുന്ന പോലെ തന്നെ സാബി അലോൺസോയും പറഞ്ഞു, പുള്ളിക്ക് കുറച്ച് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പലരുടെയും കോമ്പിനേഷൻ ഈ പറയുന്ന പോലെ തന്നെ പാമറ വെച്ചുകൊണ്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. സോ ഒരു ഗംഭീര സീസൺ തന്നെയാണ് ഞാൻ ചെൽസിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്താണ് നിങ്ങൾക്ക് സാബി അലോൺസോ ടു ചെൽസി ആൻഡ് ദ പ്ലേയേഴ്സ് കമ്മിങ് ടു ചെൽസി. ഇനിയിപ്പോൾ മറ്റൊരു ബാൻഡ് കാര്യമെല്ലാം നമുക്കറിയാം, പക്ഷെ എന്നാലും ഹൗ ഡു യു റേറ്റ് ചെൽസിയുടെ ഈ സൈനിങ്ങുകളായിക്കോട്ടെ, ഈ പറയുന്ന പോലെ തന്നെ സാബി അലോൺസോ എന്ന് പറയുന്ന ഒരു കോച്ച് എങ്ങനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു? നമുക്കിപ്പോൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്താലും ചിലപ്പോൾ അതുപോലെയൊക്കെ നടക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും ചുമ്മാ ചിലവെന്നുള്ള കേസൊന്നും അല്ലല്ലോ, ചുമ്മാ അങ്ങ് എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിയാൽ അടിപൊളി. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.